വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല മുളക് കറിയാണ്. മീൻ മുളക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുടംപുളി വേണം, കറിവേപ്പില വേണം, പച്ച ഉലുവ എടുത്തിട്ടുണ്ട്, ഒന്ന് കടുകിന് പകരം ഉലുവ പൊട്ടിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്ന് വറുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് അരപ്പ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും വേണം. ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി വേണം. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തീ നല്ല ചെറിയ തീയിൽ, കുറഞ്ഞ തീയിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഈ മണമൊക്കെ പച്ചമണം മാറ്റിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് തക്കാളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ അരപ്പിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിന്റെ പീസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.